ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ആഗോള അയ്യപ്പ സംഗമത്തോട് സ്വീകരിച്ചത് പക്വതയില്ലാത്ത നിലപാടെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരായ അക്രമത്തെ സംസ്ഥാന നേതൃത്വം പ്രതിരോധിച്ചില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ചേർന്നത്. യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിനോടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് പക്വതയില്ലാത്തതായെന്നാണ് ആദ്യത്തെ വിമർശനം. NSSന്റെയും SNDPയുടെയും നിലപാട് നേരത്തെ അറിയാതെ സംഗമത്തെ ആക്രമിച്ചതിൽ നേതൃത്വത്തിന് തെറ്റുപറ്റിയെന്നായിരുന്നു വിമർശനം. ഇതോടെ ബി.ജെ.പി. ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. NSSനെയും SNDPയെയും എതിർപക്ഷത്ത് നിർത്തി ബി.ജെ.പിക്ക് കേരളത്തിൽ മുന്നോട്ടു പോകാനാവില്ലെന്നും നേതാക്കൾ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയമറിയില്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തണമെന്നും വി. മുരളീധരൻ വിഭാഗം നേതാക്കൾ തുറന്നടിച്ചു. സംസ്ഥാനത്തെ ഏക MP സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ പ്രതിരോധിച്ചില്ലെന്നായിരുന്നു വേറൊരു വിമർശനം. പ്രവർത്തകർക്ക് അമിത ജോലിഭാരം നൽകുന്നത് കാരണം പാർട്ടി നിശ്ചയിച്ച പ്രധാന പരിപാടികൾ പോലും നടക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. സംസ്ഥാന നേതൃത്വം ധൂർത്ത് നടത്തുന്നു എന്ന വാർത്ത ബൂത്ത് തലത്തിൽ പ്രവർത്തകർക്ക് അമർഷമുണ്ടാക്കി. നേതൃത്വം ആഡംബര ജീവിതം ഒഴിവാക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള നഗരസഭകൾ കൈവിട്ടു പോകാതെ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളും വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കൊടുങ്ങല്ലൂർ, കുന്നംകുളം നഗരസഭകളും നിർബന്ധമായും പിടിച്ചെടുക്കണമെന്നും കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ നേതാക്കളോട് നിർദ്ദേശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന സീറ്റുകളിൽ നിശ്ചയിച്ച നേതാക്കൾക്ക് അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനും യോഗം നിർദ്ദേശം നൽകി. മീഡിയ 1 തിരുവനന്തപുരം.